നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സാമ്പത്തികമായും തകർന്നടിഞ്ഞിരുന്നു. പലയിടത്തു നിന്നും ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ മറ്റു പലയിടത്തും അതല്ല സംഭവിച്ചത്. കൊറോണ വ്യാപനത്തിന് നാളുകൾ പിന്നിട്ട ഗൾഫ് മേഖല പുതുചരിത്രത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ കുവൈറ്റിന് പറയാനുള്ളത് ഒരു ദയനീയ കഥ. 30-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസ് പുനരാരംഭിക്കാത്തത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ കനത്ത തിരിച്ചടിയായതായി റിപ്പോർട്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാർച്ചിൽ നിർത്തിവെച്ച വിമാന സർവീസ് 34 രാജ്യങ്ങളിൽ നിന്ന് ഇനിയും പുനരാരംഭിച്ചിട്ടില്ല എന്നതിൽ ആകെ കുഴഞ്ഞിരിക്കുകയാണ് പ്രവാസികൾ. എന്നാൽ എന്ന് പുനരാരംഭിക്കുമെന്ന് സൂചനയുമില്ല. ഇന്ത്യയും ഈജിപ്തും ഉൾപ്പെടെ കുവൈറ്റിൽ പ്രവാസി സമൂഹം കൂടുതലുള്ള രാജ്യങ്ങളും നിരോധിത പട്ടികയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. യാത്രാ സൗകര്യം നിലച്ചതിനാൽ തന്നെ പ്രവാസികൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് എത്തുന്നില്ലെന്നാണ് ഈ മേഖലയിലുള്ള വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. വേനൽക്കാലത്ത് സ്വദേശത്തേക്ക് പോകുന്നവർ വലിയ തോതിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുമായിരുന്നു. കഴിഞ്ഞ വേനലിൽ ഇത് ഉണ്ടായിട്ടില്ല. തവണ വ്യവസ്ഥയിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വിൽക്കുന്നതിൽ മത്സരമായിരുന്നു കടകളിൽ. എന്നാൽ അതും ഇപ്പോൾ വേണ്ടത്രയില്ല. വിപണനത്തിൽ 70% കുറവുണ്ടെന്നാണ് കണക്കാക്കുന്നത്. വിമാനമില്ലാത്തതിന് പുറമെ തൊഴിൽ നഷ്ടപ്പെട്ടതും കച്ചവട സ്ഥാപനങ്ങളെ ഏറെ ബാധിച്ചിട്ടുമുണ്ട്. രാജ്യത്തെ മിക്ക സ്ഥാപനങ്ങളിൽ നിന്നും ജീവനക്കാരെ പിരിച്ചുവിടുകയുണ്ടായി. ഇലക്ട്രോണിക്സ് സ്ഥാപനങ്ങളിൽ നിന്നും ഒട്ടേറെ പേർ തൊഴിൽ നഷ്ടപ്പെട്ടവരായുണ്ട്. എന്നാൽ കോവിഡ് വ്യാപനം നൽകിയ കനത്ത ആഘാതം നേട്ടമാക്കി മാറ്റിയ ഒരു രാഷ്ട്രമുണ്ട്, UAE. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ പ്രതാപം കൈവിടാതെ ദുബായ് എമിറേറ്റ്. ഇത് സംബന്ധമായ കണക്കുകൾ ദുബായ് ഇമിഗ്രേഷൻ അധികൃതർ പുറത്തുവിടുകയുണ്ടായി. കഴിഞ്ഞ വർഷം കോവിഡ് വ്യാപനത്തിനിടയിലും ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തത് 17 ദശലക്ഷത്തിലേറെ പേരാണെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് തലവൻ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി വ്യക്തമാക്കുകയും ചെയ്തു. ആഗോളതലത്തിലുള്ള നൂതനമായ മാർഗങ്ങൾ യാത്രാ നടപടികൾ കൈക്കൊണ്ടു. കോവിഡ് യാത്രാ നിയന്ത്രണങ്ങൾക്ക് ശേഷം 2020 ജൂലൈയിലാണ് വിമാന ഗതാഗതം വീണ്ടും UAE പുനരാരംഭിച്ചത്. അതിനുശേഷം യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ദിനംപ്രതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അൽമറി വ്യക്തമാക്കി. കർശനമായ ആരോഗ്യ സുരക്ഷാ നടപടികൾക്കിടയിൽ ലോകമെമ്പാടുമുള്ള യാത്രക്കാരെ സ്വീകരിക്കാൻ ദുബായ് സന്നദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു.